നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഒരുവിധം എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും താജ്മഹൽ. അപ്പോൾ നമ്മൾ ഇന്ന് താജ്മഹൽ കാണാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ആഗ്രയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ താജ്മഹൽ ക്ലോസ് ആണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എവിടെയും പോകാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്ര ഫോർട്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളും നമുക്ക് അവിടെ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലം നമുക്ക് ആഗ്രയിൽ പോയാൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും ക്ലോസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു മാർക്കറ്റിലൊക്കെ കറങ്ങിയിട്ട് വന്നു കേട്ടോ. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ചെല്ലുന്നത് ഈ ഒരു ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ. ഇതാണ് താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഗേറ്റിൻ്റെ പേരാണ് ദർവാസ ഇറൗസ. അതിൻ്റെ കറക്റ്റ് അത് തന്നെയാണോ ഉച്ചാരണം എന്നറിയില്ല. ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ഓൺലൈനിലാണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ കുറേ ടൈം അതിന് തന്നെ വേസ്റ്റ് ആയിപ്പോവും. പിന്നെ രാവിലെ ശനിയാഴ്ച രാവിലെ ഞങ്ങൾ 7 മണിക്ക് തന്നെ താജ്മഹൽ കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ട്, രാവിലെയല്ലേ, അതുകൊണ്ട് ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ താജ്മഹലിൻ്റെ അവിടെ ഫുള്ള് തിരക്കായിപ്പോയി കേട്ടോ. ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമില്ലേ, ഇവിടെയാണ് മെയിനായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്കാണ് പോയിട്ട് പിന്നെ നമുക്ക് താജ്മഹലിൻ്റെ അകത്ത് കാണാനും ഒക്കെ പറ്റും കേട്ടോ. ഈ ഒരു മെയിൻ ഗേറ്റ് കൂടാതെ മൊത്തം 3 ഗേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്ന് 3 സ്ഥലത്തുനിന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പറ്റും. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ ഇതിൽ ഏതോ ഒരു ഗേറ്റ് നമ്പറിൻ്റെ അവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഒരുപാട് സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂർ താജ്മഹലിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്യുക, പെട്ടെന്ന് വീട്ടിലോട്ട് തിരിക്കുക, ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് പോകേണ്ട സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മളിട്ടിട്ടുള്ള ചെരുപ്പിൽ നമുക്ക് അകത്തേക്ക് പോകാൻ പാടില്ല. നമുക്ക് അവർ തരുന്ന ഇതേപോലത്തെ ഒരു കവറില്ലേ, അത് ഇട്ടിട്ടേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഈ താജ്മഹലിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല. നമുക്ക് ജസ്റ്റ് കയറുന്ന അവിടെ വരെ നമുക്ക് ഫോണാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് സൈഡ് കൂടെ പുറത്ത് വന്നിട്ട് പിന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഈ താജ്മഹലിൽ നമുക്ക് ഫോട്ടോഗ്രാഫറുടെ അവൈലബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഗൈഡും ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരുവിധം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് വരിക. അതുകൊണ്ട് ഗൈഡിൻ്റെ ആവശ്യം വരില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഒരു 500 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഈ താജ്മഹലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താജ്മഹൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കവാടങ്ങളും ഒരു റെഡ് മയമാണ് കേട്ടോ. മൊത്തം ചുവപ്പാണ് അവിടെ. അതേപോലെ തന്നെ കുറേ നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചുവപ്പ് കളറിലാണ് കേട്ടോ. ഈ ഒരു താജ്മഹൽ മാത്രമാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ രാവിലെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയാണ് താജ്മഹൽ കാണാൻ. അങ്ങനെ താജ്മഹലും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് നേരം കൂടെ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെള്ളിയാഴ്ചത്തെ ആ ഒരു താജ്മഹൽ ക്ലോസ് എന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോയി. അങ്ങനെ ട്രെയിൻ ടൈമും ഒക്കെ നമുക്ക് ക്ലാഷ് ആയിപ്പോയി. അതാണ് മെയിനായിട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 മണിക്കൂർ തികച്ച് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താജ്മഹൽ പെട്ടെന്ന് കാണുക, തിരിച്ചു വരിക, അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം താജ്മഹലൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തി ബാഗ് പാക്ക് ചെയ്ത് ട്രെയിന് കയറി കേട്ടോ. ഇനി നമ്മൾ നേരെ നാട്ടിലോട്ട് പോവാണ്. ഈ ഒരു സ്ഥലം മാത്രമല്ലായിരുന്നു നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെയും കുറേ സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാട്ടിലോട്ട് പോവുകയാണ്. ട്രെയിന് കയറി അപ്പം തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. കാരണം കുറച്ച് ടയേർഡായിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു. നമുക്ക് എവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ കയറി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ട്രെയിനിൽ ഫുഡ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം. ഇല്ലയെന്ന് വെച്ചാൽ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിലായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല.
ഇപ്രാവശ്യം നമ്മൾ ഒരുവിധമൊക്കെ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ വാങ്ങി കുടിച്ചു കേട്ടോ. 1-2 ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ് നമ്മൾ വരുമ്പോഴേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ എല്ലാ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും കക്കിരിയില്ലേ, ഇത് വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം സേഫാണ്, ക്ലീൻ ആണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. തണുപ്പും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഇത് വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വാങ്ങി ഞങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ചതാണ്. ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഉറക്കം, ഫുഡ് കഴിക്കൽ, പിന്നെയും ഉറങ്ങുക, പിന്നെയും ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 ദിവസം നമുക്ക് ട്രെയിനിൽ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.